അതിഥി തൊഴിലാളികളുടെ അമിതമായ കൂലി വർധനവ് കാരണം തൊഴിൽ മേഖല സ്തംഭിച്ചിരിക്കുകയാണെന്ന് CWSA. അതിഥി തൊഴിലാളികളുടെ കൂലി 8 മണിക്കൂറിന് 900 രൂപയായി നിജപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇവരുടെ ഈ കൂലി വർധനവ് വലിയൊരു വിഷയമായിട്ടാണ് ഇന്ന് കേരളത്തിൽ. അത് മാത്രമല്ല, നമുക്കറിയാം, ലോകത്ത് തന്നെ ക്രമീകരിച്ചൊരു ഇതാണ് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നുള്ളത്. പക്ഷെ ഇന്ന് ഈ 8 മണിക്കൂറൊന്നും തൊഴിലെടുക്കാൻ തൊഴിലാളികൾ തയ്യാറാകുന്നില്ല എന്നതാണ്. പ്രത്യേകിച്ച് അതിഥി തൊഴിലാളികൾ കാലത്ത് 8 മണിക്ക് വന്നാൽ തന്നെ 2 മണിക്കൊക്കെ കയറിയിട്ട് 1000, 1200, 1300 വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസത്തെ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ചില ഉടമകളൊക്കെ ഇവരെ സമീപിക്കുമ്പോൾ അങ്ങനെ അവർ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇവർ പറയുന്ന കൂലി കൊടുക്കും. അപ്പോൾ പിറ്റേ ദിവസം ഇവർ പറയുക അതിലും കൂടുതൽ കൂലിയാണ് മറ്റാളോട് പറയുന്നത്. അമിത കൂലി ചോദ്യം ചെയ്യുന്ന കരാറുകാരെയും ഉദ്യോഗസ്ഥരെയും കയ്യേറ്റം ചെയ്യുന്ന പ്രവണതയാണ് ഇപ്പോൾ കണ്ടുവരുന്നതെന്നും കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. കുറച്ചു വർഷങ്ങളായി നിർമ്മാണ മേഖലയിൽ നിലനിൽക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ വിലവർധനവും ഗുണനിലവാരമില്ലായ്മയും പരിഹരിക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 4 വർഷമായി കരാറുകാർ കൂടുതലായി ചെയ്യുന്ന സെൻട്രിംഗ് വർക്ക് സ്ക്വയർ ഫീറ്റ് ഒന്നിന് 75 രൂപയായിരുന്നത് 100 രൂപയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഈ 50 ലക്ഷം ആളുകൾ ഒരു 10,000 രൂപ വെച്ച് ഒരു മാസം അവരുടെ നാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 50,000 കോടിയാണ് പ്രതിമാസം നമ്മുടെ കേരളത്തിൽ നിന്ന് ഇതര സംസ്ഥാനങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് PK ചന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറി KK രാജേഷ് കുമാർ, വൈസ് പ്രസിഡന്റ് KH തരിയക്കുട്ടി, ജോയിന്റ് സെക്രട്ടറി AK സിറാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.